ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ ടൂറിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ് ഇങ്ങനെ കയറി വരികയാണ് സ്കൂളിലേക്ക്. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 5:45 ആകുമ്പോഴത്തേക്കും തിരിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റായി. അങ്ങനെ ഞങ്ങളുടെ ടൂർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ആൻറ്റി, ഗൗരി മിസ്, ജുമാന, അങ്ങനെ എല്ലാവരും ഉണ്ട്. കുറച്ച് പേര് വന്നില്ല, കുറച്ച് പേരൊക്കെ ഉണ്ട്. ദാണ്ടെ ഹണി മിസ് അവിടെ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ നമ്മൾ അങ്ങനെ യാത്ര ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട എത്തി കേട്ടോ. ഇതെന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് പേട്ടത്തുള്ളലാണ്, എരുമേലി പേട്ടത്തുള്ളൽ എന്ന് പറയും. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ആ കാണുന്നത് വാവൂർസ്വാമിയുടെ പള്ളിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്റ്റാഫ് ടൂർ പോയതും വാഗമൺ തന്നെയായിരുന്നു. അന്ന് കണ്ട അതേ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇന്നും കണ്ടത്. പിന്നെ വാവൂർസ്വാമിയുടെ പള്ളി ഒന്ന് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതും കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡിൻ്റെ ടൈമായി, ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞങ്ങൾ കുട്ടികളും ടീച്ചേഴ്സും ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. അവരൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണേ. പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സ് 5 പേരൂടെ ഒരു വട്ടമേശ സമ്മേളനം പോലെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അപ്പവും മുട്ടക്കറിയാണ് കഴിച്ചത്. അവർ പൊറോട്ടയൊക്കെയാണ് കഴിച്ചത്. എന്നാലും എൻ്റെ കൈ ചെറുതായിട്ട് ഇടയ്ക്ക് അങ്ങോട്ട് പോയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു ഗൈസ്. ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വാഗമണാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. നല്ല മഞ്ഞായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ഇത്രയും മഞ്ഞില്ലായിരുന്നു. നമ്മൾ നല്ല രീതിയിലാണ് എല്ലാ കാഴ്ചകളും കണ്ടത്. എന്നുവെച്ചാൽ ഈ കാണുന്ന കാഴ്ച മനോഹരമല്ലെന്നല്ല കേട്ടോ. അന്ന് എല്ലാം തെളിഞ്ഞ് കാണാമായിരുന്നു. പക്ഷേ ഇപ്പം നല്ല മഞ്ഞാണ്. പക്ഷേ ഇതും വേറൊരു ഭംഗിയാണല്ലേ. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ അടിച്ചു പൊളിച്ചു, ഡാൻസൊക്കെ കളിച്ചു. പിന്നെ നമ്മളൊരു വെറൈറ്റി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാറിനെ അവിടെ ഇരുത്തിയിട്ട് കൺഫ്യൂഷൻ തീർക്കണമേ എന്ന പാട്ടൊക്കെ ഇട്ടങ്ങ് തകർത്ത് കളിച്ചു. പിന്നെ വരുന്ന പാട്ടുകളെല്ലാം നമ്മൾ വെറുതെ വിടത്തില്ലല്ലോ. ഇതുപോലെ അവസാനം വരെ ഡാൻസായിരുന്നു. ഇതാണ് ആ കൺഫ്യൂഷൻ തീർക്കണേ എന്നതിൻ്റെ സ്റ്റെപ്പ് കേട്ടോ. സാറിനെ അവിടെ എടുത്തിട്ട് നമ്മൾ കളിച്ചു. ഫുൾ എൻജോയ് ചെയ്താണ് കേട്ടോ കളിച്ചത്. ആർക്കും ഒരു മടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വാഗമണൊക്കെ എത്താറായി കേട്ടോ. ആദ്യം നമ്മൾ പോയത് പരുന്തുംപാറയിലാണ്. അവിടേക്കുള്ള എൻട്രിയാണ് കേട്ടോ ഇത്. അവിടെ നല്ല അടിപൊളിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വരാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെയൊന്നും ഒന്നും വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വരാത്ത 1-2 സ്ഥലങ്ങളിൽ നമുക്ക് ഇപ്രാവശ്യം വരാൻ പറ്റി. അങ്ങനെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കോങ്കണ്ണുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. എനിക്ക് നേരെ ക്യാമറ നോക്കാൻ അറിയത്തില്ല കേട്ടോ. അത് മെയിനായിട്ട് ഈ ഫോൺ ഇങ്ങനെ ചരിച്ച് പിടിക്കുമ്പോഴേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ ചെറിയ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അവിടെ വലുതായിട്ട് പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും നടത്തിയില്ല. നമ്മൾ മെയിൻ സ്ഥലത്തേക്ക് പോവുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് വിട്ടു. അപ്പോൾ പരുന്തുംപാറയിലെ ദൃശ്യങ്ങളാണ് കേട്ടോ ഇത്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ അരുവി പോലൊരു സംഭവമുണ്ട്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് എടുത്തതാണ്. കൊള്ളാം, അടിപൊളി വ്യൂ ആണ് അവിടെ നിന്ന് നോക്കുമ്പോൾ. ഇവിടെ വെച്ചാണ് നമ്മുടെ ഈ ആ ഒരു റീലിൻ്റെ നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ കാറ്റാടിത്തണലും ആ പാട്ടില്ലേ, അത് വീഡിയോ എടുത്തത് ഇവിടെ നിന്നാണ് തുടക്കം. ഗൗരി മിസ് ആയിരുന്നു കോറിയോഗ്രാഫർ, ക്യാമറാമാൻ സാർ, പിന്നെ ജുമാന മിസ്സും ഉണ്ട് കൂടെ. ഞാൻ എഡിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അത് ലാസ്റ്റ്. ഞങ്ങളും ഉണ്ട് കേട്ടോ. ഞങ്ങളില്ലാതെ എന്ത് വീഡിയോ അല്ലേ. അങ്ങനെ ഞങ്ങളും 2-3 സ്റ്റെപ്പൊക്കെ ഇട്ടു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് യാത്ര തുടങ്ങി. അവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തായിരുന്നു. അതിനുശേഷം നമ്മൾ യാത്ര തുടങ്ങി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഉച്ചഭക്ഷണം, ചോറ്. അങ്ങനെ അതിലേക്കുള്ള യാത്രയിലാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാൻ കയറി. കുറേയൊക്കെ ഒന്ന് വട്ടം കറങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ എത്തിപ്പെട്ടത്. ഞങ്ങളിവിടെ കഴിഞ്ഞു പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും തിരിച്ച് ഇവിടേക്ക് തന്നെ വന്നതാണ്. അപ്പോൾ ഞാൻ ചോറാണ് കഴിച്ചത്. ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചോറാണ് ഇഷ്ടം. അങ്ങനെ ചോറ് കഴിച്ചു. പിന്നെ അവിടുത്തെ ആ ഒരു റിസപ്ഷൻ്റെ സ്ഥലം ഉണ്ടല്ലോ, അതൊരു കാറ് വെച്ചിട്ട് സെറ്റ് ചെയ്തൊക്കെയാണ്. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയാം. അവിടെ
ക്യാമറയും കൊണ്ട് ചെന്നപ്പോൾ തന്നെ ആ ഓറഞ്ച് ടീഷർട്ട് ഇട്ട ഗിരിധർ ഉണ്ടല്ലോ എന്നെ കളിയാക്കി ഹായ് ഡിയേഴ്സ് എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തൊക്കെ നല്ല സെറ്റപ്പായിരുന്നു കേട്ടോ. ആ ഒരു കാളവണ്ടിയുടെയൊക്കെ ആ ഒരു ഇതില്ലേ, അതിലൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. എല്ലാ ഫോട്ടോസും വീഡിയോയുടെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ പൈൻ ഫോറസ്റ്റിലേക്കാണ്. അങ്ങനെ ഞങ്ങളുടെ വീഡിയോയുടെ ബാക്കി ഭാഗമൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഏതോ ഒരു വലിയ ആൽബം സോങ്ങൊക്കെ ഷൂട്ട് ചെയ്ത പോലെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല, എന്നാലും നമുക്കിത് ഏറ്റവും വലുതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ ലൈൻ പോലെ ഇങ്ങനെ എന്താ ചെയിൻ പോലെ നമ്മളിങ്ങനെ നിന്നിട്ട് വീഡിയോ എടുത്തു. അത് ഇടയ്ക്ക് നമുക്ക് ആ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷോർട്ടായിട്ടാണ് ഇട്ടത്. ഫുൾ വീഡിയോ ഇടാൻ നമുക്ക് ആ സോങ് കിട്ടത്തില്ല. ഷോർട്ട് ആകുമ്പോഴത്തേക്ക് സോങ് ഉണ്ട്, അല്ലാതെ ഇട്ടുകഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വന്ന് എൻ്റെ ഈ കുഞ്ഞ് ചാനൽ അടിച്ചു പോകും കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. അപ്പോൾ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറേ എടുത്തെങ്കിലും ഇതിൽ കുറച്ച് ഭാഗം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മുടെ കാറ്റാടി തണലിലെ ആ ഒരു സ്റ്റെപ്പാണ്. അത് ബോയ്സും ചെയ്യുന്നുണ്ട്, ഗേൾസും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് എവിടേക്കാണ്? ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ മഞ്ഞ് അപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പൈൻ ഫോറസ്റ്റിൽ പോയപ്പോഴത്തേക്ക് അത്ര ഒരു മഞ്ഞില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. അടുത്തൂടെ പോകുന്ന ആളിനെ പോലും കാണാനില്ലായിരുന്നു, അത്രയ്ക്ക് മൂടൽ മഞ്ഞ്. റെക്കോർഡായിരുന്നാ അല്ലേ? കൊല്ലും ഞാൻ എങ്ങത്തട്ട് സ്ലോ മോഷൻ അങ്ങോട്ടൊക്കെ നോക്ക്. വലിയ കാര്യത്തിന് സ്ലോ മോഷനിലൊക്കെ എടുത്ത വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാനൊക്കെ വിചാരിച്ചതായിരുന്നു. കണ്ടോ, എടുത്ത് വെച്ചേക്കുന്നുണ്ടോ? അതങ്ങനെ ഫ്ലോപ്പായി. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് ഫ്ലവർ ഗാർഡനിലേക്കാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് നേരെ ഇരുട്ടി കേട്ടോ. ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞങ്ങളുടെ ഫസ് വീഴുന്നൊരു സീനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓടിപ്പോവുകയാണ്. അത് കുട്ടി എങ്ങനെയാണ് വീണതെന്ന് കറക്റ്റ് അറിയത്തില്ല. ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് എൻ്റെ പിറകിലേ ഉണ്ടായിരുന്നു. പക്ഷേ നടന്നു പോയപ്പോഴോ എങ്ങനെയോ കാല് തട്ടി വീണതെന്നാണ് മോൻ പറഞ്ഞത്. ഞങ്ങളുടെ ടൂറിൻ്റെ ആ ദിവസത്തെ അവസാന നിമിഷം എത്തിയ സമയത്തായിരുന്നു കേട്ടോ അത് സംഭവിച്ചത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. ആ മോൻ്റെ കൈ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അനങ്ങിയില്ല, വേറൊന്നും ചെയ്തില്ല. ആ എൻജോയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അങ്ങ് നിർത്തി വെച്ചു. പിന്നെ ഒരുപാട് നേരമൊന്നും അവിടെ നിന്നില്ല കേട്ടോ. അവിടെ നിന്ന് അപ്പോഴേ തിരിച്ചു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. രാവിലെ കഴിച്ച അവിടെ തന്നെയാണ് കേട്ടോ രാത്രിയും ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. അവിടെ നിന്ന് തിരിച്ചു പോയപ്പോഴത്തേക്ക് ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിയാണ് പോയത്. കേക്ക് മറ്റാർക്കും വേണ്ടിയിട്ടല്ല, നമ്മുടെ ഫസ്റ്റ് 10th ബാച്ചാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഒരു സർപ്രൈസ് ഒരുക്കിയത്. ഞങ്ങൾ അറിയിക്കാതെ വാങ്ങി. എന്നിട്ട് നമ്മളൊരു പെട്രോൾ പമ്പിൻ്റെ അവിടെ നിർത്തി ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് അവരെ വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. അവർക്ക് സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരെ കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ അവർക്ക് നല്ലൊരു മറക്കാൻ കഴിയാത്തൊരു ഓർമ്മ നമ്മൾ സമ്മാനിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ വന്ന സമയത്തൊക്കെ ഇവരുടെ ആ ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തന്നെ മനസ്സിലാലോചിച്ചിട്ടുണ്ട്, ഇവരെന്താണ് 4 പേരും ഒരുമിച്ച് എല്ലായിടത്തും ഒരുമിച്ച് എന്നെങ്ങനെ ഇരിക്കുന്നത്, ബാക്കി ക്ലാസ്സിലെ കുട്ടികളുമായിട്ടൊന്ന് ചേർന്നിരുന്നൂടെ എന്നൊക്കെ ഞാൻ മനസ്സിലാലോചിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ പറയുന്നതൊക്കെ അവർ കേൾക്കുന്നുണ്ടായിരിക്കും. എൻ്റെ വീഡിയോസൊക്കെ മുടങ്ങാതെ കാണുന്നവരാണ് കേട്ടോ ഇവർ. അപ്പം ഞാൻ അവരെ ഇരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി പറയുന്നതല്ല. നല്ല കൊച്ചുങ്ങളാണ് കേട്ടോ 4 പേരും. നല്ല സ്നേഹമുള്ള മക്കളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അവർ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് കേക്ക് തന്നെ ഷെയർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവരുടെ ആ സ്നേഹവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, സെലിബ്രേറ്റ് ചെയ്തു, നന്നായിട്ട് അവർ ഹാപ്പിയായി, സന്തോഷമുണ്ട് അതിൽ. അങ്ങനെ ഞങ്ങൾ പിന്നെയും വണ്ടി തിരിച്ചു. പിന്നെ ഞങ്ങൾ ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ പോയിന്റിലേക്ക് എത്തിച്ചേർന്നു. ഞങ്ങളുടെ സ്കൂളിലെത്തി. കുട്ടികളെല്ലാവരും അന്ന് അവിടെ സ്റ്റേ ആയിരുന്നു. നമ്മൾ കുറച്ച് ടീച്ചേഴ്സും സ്റ്റാഫും ഒക്കെ അവിടെ അന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ മനോഹരമായ അധ്യായം അവിടെ തീർന്നു.
അപ്പോൾ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടിട്ട് പോയാലോ? നമ്മൾ അന്നെടുത്ത ഫോട്ടോസിൽ കുറച്ച് മാത്രമേ ഞാനിവിടെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ.